ഗണേഷ് കുമാറിന് വയസ്സ് 59 കഴിഞ്ഞു. ഷഷ്ടിപൂർത്തി ആഘോഷം നടപ്പ് വർഷമാണ് ഷഷ്ടിപൂർത്തി ആഘോഷം. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം പൊതുരംഗത്ത് മാത്രമല്ല മറ്റു ചില രംഗങ്ങളിൽ കൂടി വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. അതായത് ഗണേഷ് കുമാർ 1966 ജനിച്ച ആളാണ്. അപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ 59 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഷഷ്ടിപൂർത്തി വർഷമാണ്. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന ചില അപഖ്യാതികളുണ്ടല്ലോ. നേരത്തെ അപഖ്യാതികളാണോ സത്യങ്ങളാണോ എന്നൊന്നും അറിയില്ല. അത് വേർതിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ജയിലിനകത്താകുമായിരുന്നു ഗണേഷ് കുമാർ, ഇവിടെ മന്ത്രിസഭയിലാകുമായിരുന്നില്ലല്ലോ. എന്തായാലും അതിൻ്റെ സത്യം നമുക്ക് അറിയില്ല. അപൂരിതമായിട്ടുള്ള ഒരു സത്യമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് അദ്ദേഹത്തിനെ കാണാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ കാണാനിടയായി എന്നാണ്. അതായത് കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിലും പറയാതെ പറയാം. ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഒരു പരസ്ത്രീയുമായിട്ട് ജാരബന്ധം അദ്ദേഹം പുലർത്തി. ആ സ്ത്രീയാകട്ടെ വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലെന്ന പോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ബാച്ചിലറാണ്. ക്രോണിക് ബാച്ചിലർ ആവുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ബാച്ചിലറായിട്ടുള്ള വ്യക്തിയാണ്, കല്യാണം കഴിയാത്ത വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം 1 or 2 അറിയില്ല, കല്യാണങ്ങൾ കഴിഞ്ഞ ആളാണ്. അതുപോലെ തന്നെ 5000-ലധികം പ്രണയങ്ങൾ തനിക്കുണ്ടെന്ന് വലിയ മിടുക്കനായിട്ട് ഗജകേസരിയായിട്ട് അദ്ദേഹം വീരവാദം പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 5000-ലധികം പ്രണയങ്ങളും വെച്ചുകൊണ്ടാണ് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ പോക്ക് പോയാൽ അദ്ദേഹം ശ്രീകൃഷ്ണ ലീലയായിരിക്കുമല്ലോ കളിക്കുന്നത്. എൻ്റെ ഈശ്വര, 10008 ഒക്കെ കടന്നുപോയി ശ്രീകൃഷ്ണൻ്റെ റെക്കോർഡും കൂടെ തകർത്ത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റെക്കോർഡ് ഇദ്ദേഹം തകർത്ത് കഴിഞ്ഞു, ഭേദിച്ചു. ഇനിയിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ റെക്കോർഡും കൂടി തകർക്കാനാണ്. ഒരു കാര്യം പറയാം, ശ്രീകൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ അതൊന്ന് പച്ചയായിട്ട് കാണല്ലേ. ശ്രീകൃഷ്ണൻ്റെ എന്ന് പറഞ്ഞാൽ അത് സാങ്കല്പികമാണെന്ന് പറയുന്നുണ്ട്, സ്വപ്നമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 10008 പേരെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ ജാരബന്ധത്തിലൂടെ ഒന്നും കൊണ്ടുവന്നതല്ല. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയ, അദ്ദേഹത്തെ ഇങ്ങോട്ട് പ്രണയം തോന്നിയ ആൾക്കാരും അതുപോലെ തന്നെ അദ്ദേഹം സംരക്ഷിച്ച ആൾക്കാരുമാണ്. അല്ലെങ്കിൽ മൃതമായി തീരുമായിരുന്ന, മരിച്ചു പോകുമായിരുന്ന ആൾക്കാരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെയാണ് അദ്ദേഹം പ്രണയിച്ച രാധയെ അദ്ദേഹം കല്യാണം കഴിക്കുകയോ ചെയ്തില്ല. അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണത്. അത് പുരാണം എന്ന് പറയുന്ന മിത്താണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അതേപടി അങ്ങ് അനുകരിക്കാൻ പോയാൽ കേരളത്തിൽ വലിയ പാടായിരിക്കും, അത് വലിയ ദുരന്തമായിരിക്കും അത് എന്നേ പറയാനുള്ളൂ ഗണേഷ് കുമാറിനോട്. എന്തായാലും കൊള്ളാം. ഈ 5000 പ്രണയം നോക്കി ഈ 60-ാം വയസ്സിൽ ഇങ്ങനെ വീരവാദങ്ങൾ പറയുന്നത് അതത്ര യോഗ്യമായിട്ടുള്ള കാര്യമായിട്ട് സമൂഹം ഇന്ന് കണക്കാക്കാൻ പാടില്ല. പണ്ടൊക്കെ അങ്ങനെ കണക്ക് അമ്പട അവൻ്റെ ഒരു വീര്യം എന്നൊക്കെ പറയുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹമല്ല നമ്മളുടെ. സ്ത്രീ സമത്വം അത് ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് തൻ്റെ ഭാര്യയെ ഇങ്ങനെ അവമതിക്കുകയും ഒക്കെ ചെയ്തത്. ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും അതുപോലെ തന്നെ പോലീസുകാരും ഈ സ്ത്രീ പരാതിപ്പെട്ടിട്ടും ഗണേഷ് കുമാറിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഈ സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വരുന്നത്. കാരണം ഔദ്യോഗിക സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്ത്രീയെ, ഈ മന്ത്രി സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു എന്നാണ് വരുന്നത്. അതത്ര ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല മന്ത്രിസഭയ്ക്ക്. നമ്മൾ ഈ നേരം ഇത് ചർച്ച ചെയ്യുമ്പോൾ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭയുടെ മുമ്പിൽ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഭാര്യയെ കുറ്റപ്പെടുത്താൻ മന്ത്രിസഭയ്ക്ക് കഴിയാത്തില്ല. അവർ രാഷ്ട്രീയമായിട്ട് ഇടപെട്ട് ഇത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുക്കലാണ് എന്നൊക്കെ പറഞ്ഞാണ് സാധാരണ CPM ഒഴിയാറുള്ളത്. അതിന് പറ്റുകയില്ല ഇത്തവണ. കാരണം കേസ് അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്, ഒരു പഴുതുമില്ലാത്ത കേസാണ്. കാരണം സ്വന്തം ഭാര്യ തന്നെയാണ് പറയുന്നത്. അവരിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്, പിൻവാങ്ങിയിട്ടില്ല. അപ്പോൾ ഗണേഷ് കുമാർ ആളെടുക്കാനല്ലേ, മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇവർക്ക് പാരനോയിയ എന്ന് പറയുന്ന സംശയരോഗം ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പാരനോയിയ സാധാരണ നമ്മൾ കണ്ടിട്ട് ഉള്ളത് ആണുങ്ങളിലാണ്, ഒരു രോഗം തന്നെയാണത്. ഭാര്യ ഏത് വഴിക്ക് പോയാലും അത് പരപുരുഷനെ അന്വേഷിച്ചാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണ്. സ്ത്രീകൾക്ക് അങ്ങനെ അത് അത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില പുരുഷന്മാരുടെ അവരുടെ അനുഭവം കൊണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടാകും സ്ത്രീകൾക്ക്. അത് പാരനോയിയൊന്നുമല്ല,
അത് ശരിയായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ പാരനോയ്യ എന്ന് ആക്ഷേപിക്കുന്നത് യുക്തിഭദ്രമായിട്ടുള്ള ആ സ്ത്രീയുടെ സംശയമായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അത്ര ശുദ്ധമല്ലല്ലോ. അപ്പോൾ ഏതൊരു ഭാര്യ വന്നാലും മാനസിക രോഗം ഒന്നുമില്ലാത്ത ആൾ വന്നാലും അത് സംശയിക്കും. അപ്പോൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നോവലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, സ്ത്രീക്ക് മനോരോഗമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്തിക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ കഴിയുമെന്നേ വലിയ സ്വാധീനമുള്ള മന്ത്രിമാരും ഒക്കെ ഉള്ളപ്പോഴേ. ഇത് പോകട്ടെ, ഇതിന് സമാനമായിട്ട് ഉള്ള ഒരു സന്ദർഭത്തിൽ പത്തനാപുരത്ത് വെച്ചിട്ട് NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ അവിടെ NSSൻ്റെ ഈ ചെയിൻ ഹോട്ടൽ നെറ്റ്വർക്കായിട്ടുള്ള പത്മ കഫേ അത് നിർമ്മിക്കുന്നതിൻ്റെ ചുമതലയും നടത്തുന്നതിൻ്റെ ചുമതലയും ഒക്കെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനാണുള്ളത്. ആ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇതിൻ്റെ നിർമ്മാണ ചെലവിൻ്റെ റിപ്പോർട്ട് താലൂക്ക് യൂണിയൻ യോഗത്തിൽ പത്തനാപുരത്ത് അവതരിപ്പിച്ചു. 4 കോടി പറഞ്ഞിരിക്കുന്ന കണക്കുകളെല്ലാം കള്ളമാണെന്നും പറഞ്ഞ് അംഗങ്ങളെല്ലാം, അവർക്ക് കാര്യവിവരമുള്ളവരാണല്ലോ, അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ, അവരെല്ലാം കൂടെ വമ്പിച്ച തോതിലുള്ള ബഹളം ഉണ്ടാക്കി ഗണേഷ് കുമാറിന്. അപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞ് അത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് RSSകാർ നടത്തുന്ന പ്രവർത്തനമാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഭാഗികമായ സത്യമുണ്ട്. NSSലെല്ലാം ഇപ്പോൾ നല്ലപോലെ RSSൻ്റെ പ്രാതിനിധ്യമുണ്ട്. മന്നത്തിരിക്കുന്ന ആചാര്യന് ഇപ്പോൾ ഇരിക്കുന്ന ആചാര്യൻ, മന്നത്തല്ല പെരുന്നയിലിരിക്കുന്ന ആചാര്യൻ അതിപ്പോൾ അറിയുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ആ രീതിയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ഇല്ലാത്ത കോൺഗ്രസ് എന്നുള്ളതാണ്, VD സതീശൻ മുക്ത കോൺഗ്രസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. എന്തായാലും ഇത് അലമ്പായി, അവിടെ യൂണിയൻ യോഗത്തിൽ അലമ്പായി പത്മ കഫയുടെ പേരിൽ. അപ്പോൾ ഇത് വമ്പിച്ച് അഴിമതി ആരോപിച്ച് രാഷ്ട്രീയമായിട്ട് അവിടെ നേരിടാം, പക്ഷേ ഈ ഭാര്യയുടെ കാര്യത്തിൽ അങ്ങനെ നേരിടാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും അവിടെ നേരിട്ടുകൊണ്ട് അവിടുത്തെ യൂണിയൻ സെക്രട്ടറി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന ഒക്കെ ചെയ്യുന്ന ചുമതലയുള്ള ആളാണ്. അദ്ദേഹം രാജിവെച്ച അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഈ കള്ളൻ്റെ കൂടെ ഞാനില്ല, കള്ളനിരിക്കുന്ന കപ്പലിൽ ഞാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് മുങ്ങി ആദ്യമേ. അതിനുശേഷം അദ്ദേഹത്തിനെ കിട്ടാത്തത് കൊണ്ടായിരിക്കണം വേണു എന്ന് പറയുന്ന യൂണിയൻ ഭരണസമിതി അംഗത്തെ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലിട്ട് നല്ല പൂശങ്ങ് പൂശി, അതിൻ്റെ മുറ്റത്തിട്ട് തന്നെ നന്നായിട്ടങ്ങ് മർദ്ദിച്ചു. ക്ഷേത്രമുറ്റത്ത് പരിപാവനമായ സ്ഥലത്ത് ഈ വൃത്തികേടാണ് കാണിച്ചത്. അത് ഗണേഷ് കുമാറിൻ്റെ അനുചരന്മാരാണ് എന്നാണ് പറയുന്നത്. ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ, ഷെറിൻ എന്ന് പറയുന്ന ഭാസ്കർ കാരണവർ വധത്തിലെ പ്രധാന പ്രതിയെ രക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇടപെട്ടു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഇതാണ് പണ്ടത്തെ ഈ മാടമ്പി പ്രഭുവിൻ്റെ അസമയത്ത് കൊല്ലും കൊലയുമായിട്ട് ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന, ഞാനാണ് നിയമം, ഐ ആം ദി റൂളർ എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ അദ്ദേഹവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ BJP അതുപോലെ കോൺഗ്രസ്സൊക്കെ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ച പോലുള്ളൊരു പ്രതിഷേധമൊന്നും കാണിക്കാൻ ഇതുവരെ അവർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ഇതുപോലെ തല്ലു കിട്ടുമെന്നോ പേടിയാണോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും ജനങ്ങളുടെ, പത്തനാപുരത്തെ ജനങ്ങളായാലും അത് കേരളത്തിലെ എവിടുത്തെ ജനങ്ങളായാലും അവിടെ തലോടൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ തരത്തിലുള്ള സ്വഭാവഹത്യകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കുടുംബ പ്രശ്നമല്ല, കുടുംബ പ്രശ്നത്തിനപ്പുറം പൊതുപ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഭരിക്കുന്ന വകുപ്പെന്ന് പറയുന്ന മോട്ടോർ വാഹന വകുപ്പാണ്. ധാരാളം സ്ത്രീകൾ ജീവനക്കാരായിട്ടുള്ളതാണ്. അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭയിലും സ്ത്രീകളുണ്ട്, മാന്യതയുള്ള സ്ത്രീകൾ തന്നെയുണ്ട്. രാഷ്ട്രീയം എന്തായാലും ശരി, അദ്ദേഹത്തിന് അഭിനയം അറിയാവുന്ന മറ്റു മന്ത്രിമാരുമായിട്ടുന്നുള്ളൂ. പക്ഷേ അവരുടെ ഒരു മാന്യത എന്ന് പറയുന്നത് അമാന്യത തന്നെയാണ്. അതിനൊരു പോറലുമേൽക്കാത്ത സ്ത്രീകളുമുള്ള മന്ത്രിസഭ. അതുപോലെ ഇദ്ദേഹം വഹിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിൽ ധാരാളം വനിതാ കണ്ടക്ടർമാരുണ്ട്. വനിതാ കണ്ടക്ടർമാരോടൊപ്പം നിൽക്കുന്ന ഒരു റീൽ കഴിഞ്ഞ ദിവസം വളരെ വൈറലായിട്ടുള്ളതേ ഉള്ളൂ. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇയാളെ വിശ്വസിച്ച് എങ്ങനെ ഇയാളുടെ മുറിയിലേക്ക് പോകും? അതെ, മന്ത്രിസഭ മന്ത്രി എന്നുള്ള നിലയിലുള്ള ക്യാബിനായാലും വീട്ടിലെ ക്യാബിനിലായി എങ്ങനെ പോകാൻ പറ്റും? രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അങ്ങനെ ആയിരുന്നല്ലോ LDF ചോദിച്ചത്. എങ്ങനെ കാണാൻ പറ്റും, കയറാൻ പറ്റും, വിശ്വസിച്ച് പോകാൻ പറ്റും? ഈ വിശ്വാസ്യതയുടെ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാപരമായിട്ട് അധികാരത്തിലേറിയ ഒരാൾക്ക് ഈ തുടരാൻ പറ്റാത്ത അവസ്ഥയാണ്. തുടരാൻ പറ്റില്ല. അദ്ദേഹം രാജിവെക്കുകയാണ് മാന്യമായിട്ട് ചെയ്യേണ്ടത്, തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ട്, ഇന്ന് കൂടുന്ന മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തിട്ട് അദ്ദേഹത്തെ രാജിവെപ്പിക്കും. അതിനപ്പുറം ദർ ഇസ് നോ അതർ വേ എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ അദ്ദേഹം മഹാത്മാഗാന്ധിയേക്ക് തുല്യനാണ് താനെന്നൊക്കെ പറയാം. മഹാത്മാഗാന്ധിക്ക് ഇതുപോലെ പ്രണയം ഉണ്ടായിരുന്നു? ഞാൻ കേട്ടിട്ടില്ല. ജവഹർലാൽ നെഹ്റു അതുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയുമായിട്ടും ഒക്കെ അദ്ദേഹം വളരെ അടുത്ത് പെരുമാറിയിരുന്നു. പ്രണയമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പോസ്റ്റ്മോർട്ടം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്തുമായിക്കോട്ടെ, പലർക്കും പ്രണയമാകാം, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല.
എനിക്ക് 5000 പ്രണയമുണ്ടെന്ന പേരുമായിട്ട് പ്രണയമുണ്ടെന്ന്. ഈ 5000 പേര് ആരൊക്കെയെന്നും എനിക്കറിയില്ല. ഇതാണെങ്കിൽ ഇച്ചിരി കട്ടിയാണ് കേട്ടോ, അത് ഇച്ചിരി കൂടുതലാണ്. ഈ 59-ാം വയസ്സിൽ ഇത്രയൊക്കെ പ്രണയം. സ്നേഹം പറയാം, ജനങ്ങളോട് സ്നേഹമുണ്ട്, ജനങ്ങളോട് വാത്സല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം നമുക്ക്. പക്ഷേ ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു സംശയങ്ങൾ ഉയർത്തുന്ന കാര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും. അപ്പോൾ അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഫയലിലൊക്കെ ഇടം പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തായാലും ശരി, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. നമുക്കിങ്ങനൊരു മന്ത്രിയെ വേണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചോളും. പക്ഷേ അതിനു മുമ്പ് തന്നെ മന്ത്രിസഭ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ, നടന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമ്മയും ഇതിനോട് പ്രതികരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ഇങ്ങനെ താരബലത്തോടു കൂടി നിങ്ങൾ വളർത്തുന്നത്, താരസിംഹാസനങ്ങളിൽ ഇരുത്തുന്നത്? താര ചക്രവർത്തിയായിട്ടുള്ള തിലകനെ അടിക്കാൻ കൈയോങ്ങിയ കൈയാണ് അദ്ദേഹത്തിൻ്റെത്. അതിൻ്റെ ഗുരുത്വദോഷമാണോ ഇത്? തൻ്റെ പേട്രനായിട്ടുള്ള, തന്നെ രക്ഷിക്കാൻ വേണ്ടി പോയി പഴികേട്ട് 14 മണിക്കൂർ CBIയുടെ ചോദ്യം ചെയ്യലിന് ഇരയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മനസ്സിനേൽപ്പിച്ച പോറലിൻ്റെ കാലം കാത്തുവെച്ച കാവ്യനീതിയാണോ? ഇതൊന്നും അറിയില്ല. എന്തായാലും ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ഗണേഷ് ഷുഡ് ബി ഔട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.